ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഏലത്തിൻ്റെ കൃഷിരീതികളെക്കുറിച്ച് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ നിമിഷ മാത്യൂസ് നടത്തുന്ന പ്രഭാഷണമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ആദ്യം. ഏലം നടീൽ വസ്തുക്കൾ രണ്ട് രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. കായിക പ്രവർത്തനം വഴിയും, അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയും, വിത്ത് മുളപ്പിച്ചും. ഏലം പരപ്പരാഗണം വഴി പ്രജനനം നടത്തുന്ന വിളയായതിനാൽ വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന തൈകൾക്ക് തനത് ഗുണത്തിൽ നിന്നും വ്യതിയാനങ്ങൾ സംഭവിക്കാറുണ്ട്. കൂടാതെ ഇവയ്ക്ക് വൈറസ് രോഗം ബാധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രചാരമുള്ള നടീൽ വസ്തു ഉൽപ്പാദനം കായിക പ്രവർത്തനം വഴിയാണ്, അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കായിക പ്രവർത്തനത്തിനായി മാതൃസസ്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഏലമിനങ്ങളിൽ നിന്നാണ്. മാതൃസസ്യത്തിൻ്റെ ചുവട്ടിൽ നിന്നും വളർച്ചയെത്തിയ ഒരു ചിനപ്പും, അഥവാ തട്ട, സക്കർ എന്നും പറയാം, ഒരു ചെറിയ ചിനപ്പും ചേർന്ന് വേരോട് കൂടിയ ഭാഗം വേർപെടുത്തിയെടുത്താണ് നടീൽ വസ്തു തയ്യാറാക്കുന്നത്. ഏലം തവാരണ കാലാവസ്ഥ അനുസരിച്ച് മാർച്ച് മുതൽ ഒക്ടോബർ വരെ ഉള്ള സമയത്ത് നമ്മൾ നഴ്സറി തയ്യാറാക്കാം. ചെരുവിന് കുറുകെയോ സമാന്തരമായോ 1.8 മീറ്റർ അകലത്തിൽ 45 സെൻറ്റിമീറ്റർ ആഴവും ആവശ്യാനുസരണം നീളവുമുള്ള ചാലുകൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ജൈവാംശം കൂടുതലുള്ള മേൽമണ്ണും മണലും കാലിവളവും തുല്യ അനുപാതത്തിൽ ചേർത്ത് ഈ ചാലുകൾ നിറയ്ക്കാം. രോഗബാധയില്ലാത്തതും അത്യുൽപാദന ശേഷിയുമുള്ളതുമായ മാതൃസസ്യങ്ങളിൽ നിന്നും നടീൽ വസ്തുക്കൾ വേർതിരിച്ചെടുത്ത് 60 സെൻറ്റിമീറ്റർ അകലത്തിൽ ചാലുകളിൽ നട്ട് പുതയിട്ട് കൊടുക്കുക. വേനലിൽ തവാരണകളിലെ ചെടികൾക്ക് പന്തലിട്ട് തണൽ കൊടുക്കുകയും ചെയ്യണം. കാലവർഷ ആരംഭത്തോടു കൂടെ പന്തൽ മാറ്റാം. ഇവയ്ക്ക് 2 ആഴ്ച കൂടുമ്പോൾ ജലസേചനം നൽകേണ്ടതാണ്. നട്ടുകഴിഞ്ഞ് 2 മാസം ഇടവിട്ട് 6 തവണകളായി NPK വളങ്ങൾ ഹെക്ടർ 1-ന് 100:50:200 കിലോഗ്രാം എന്ന തോതിൽ നൽകുക. ചെടി 1-ന് 100 മുതൽ 150 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും നൽകാം. നട്ടുകഴിഞ്ഞ് ഏകദേശം 1 വർഷത്തിനുള്ളിൽ ഒരു തട്ടയിൽ നിന്ന് ശരാശരി 20 മുതൽ 30 വരെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഈ തൈകൾ നമുക്ക് പ്രധാന കൃഷിയിടത്തിലേക്ക് നടാനായിട്ട് ഉപയോഗപ്പെടുത്താം. ഇനി പ്രധാന കൃഷിയിടത്തിലെ നടീൽ. കാടുകളിൽ വൻ വൃക്ഷങ്ങളുടെ തണലിലാണ് സാധാരണയായി ഏലം കൃഷി ചെയ്യുന്നത്. താഴെയുള്ള കുറ്റിക്കാടുകൾ വെട്ടി നീക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ചതുപ്പ് നിലമുള്ള താഴ്വരകളോ പുൽമേടുകളോ കൃഷിക്കായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കണം. ഇതിന് പെട്ടെന്ന് വളരുന്ന തണൽ മരങ്ങളായ കരണ, ചന്ദനവേമ്പ് എന്നിവ പൊതുവെ ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് വളരുന്ന മറ്റു മരങ്ങളായ പൂവരശ്, പ്ലാവ്, ദേവദാരു, കുരങ്ങാട്ടി, കാട്ടുജാതി തുടങ്ങിയവയും തണലിനായിട്ട് നട്ടുപിടിപ്പിക്കുക. ഏലകൃഷിയിൽ അവലംബിക്കേണ്ട നടീൽ അകലം. മൈസൂർ വഴുക്ക ഇനത്തിൽപ്പെടുന്ന ഏലച്ചെടികൾക്ക് 2 മീറ്റർ മുതൽ 3 മീറ്റർ വരെ ഇടയകലവും, മലബാർ ഇനത്തിൽപ്പെടുന്ന ചെടികൾക്ക് 1.5 മുതൽ 2 മീറ്റർ വരെ ഇടയകലവും മണ്ണിൻ്റെ ഫലപുഷ്ടി അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. തൈകൾ നടുന്നതിന് 1 മാസം മുമ്പെങ്കിലും 60 സെൻറ്റിമീറ്റർ നീളവും വീതിയും 35 സെൻറ്റിമീറ്റർ ആഴവുമുള്ള കുഴികളെടുത്ത് അതിൽ മേൽമണ്ണ് നിറച്ച് അതോടൊപ്പം അഴുകിയ ചവർ, കാലിവളം, അതല്ലെങ്കിൽ കമ്പോസ്റ്റ്, അതോടൊപ്പം 100 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും ചേർത്ത് തൈകൾ നടാവുന്നതാണ്. ചെരിവുള്ള പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴികൾ എടുക്കുന്നതിന് മുമ്പ് സ്ഥലം തട്ടുകളായി തിരിക്കാം. കാലവർഷ ആരംഭത്തോടുകൂടി, അതായത് ശക്തിയായ മഴയ്ക്ക് മുൻപ് നടീൽ ആരംഭിക്കാം. കുഴിയുടെ നടുവിൽ ചെറിയ കുഴികളെടുത്ത്
അധികം താഴ്ചയില്ലാതെ കിഴങ്ങുകൾ മൂടത്തക്ക വിധത്തിൽ മണ്ണിട്ട് ഉറപ്പിച്ചാണ് ചെടികൾ നടേണ്ടത്. കമ്പുകൾ ഉപയോഗിച്ച് താങ്ങുകാലുകളും കൊടുക്കാം. നടീലിന് ശേഷം ചിട്ടയായ കൃഷിപ്പണികൾ ഏലത്തോട്ടത്തിൽ അവലംബിക്കേണ്ടതാണ്. ഇതിൽ പ്രധാനമായും കളനിയന്ത്രണം, പുതയിടിയിൽ, തണൽ ക്രമീകരണം, ഉണങ്ങിയ ചവറുകൾ നീക്കം ചെയ്യൽ, വളപ്രയോഗം, ജലസേചനം എന്നിവയാണ് നടപ്പിലാക്കേണ്ടത്. കളനിയന്ത്രണം: വർഷത്തിൽ 2 മുതൽ 3 തവണ വരെ കളകൾ നീക്കം ചെയ്യാം. അരിവാൾ ഉപയോഗിച്ച് കളകൾ നീക്കം ചെയ്യുന്ന രീതിയാണ് പൊതുവെ ഏലത്തോട്ടങ്ങളിൽ ചെയ്തു വരുന്നത്. 3 തവണകളായി മെയ്, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഡിസംബർ, ജനുവരി എന്നീ മാസങ്ങളിൽ കളം നീക്കം ചെയ്ത് പറിച്ചെടുത്ത കളകൾ പുതയിടുന്നതിനായിട്ടും ഉപയോഗിക്കാം. അടുത്തത് പുതയിടിയിൽ. വേനൽക്കാലത്ത് വരൾച്ചയിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കുന്നതിനും മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതിനും ഡിസംബർ മാസത്തിൽ ചെടികളുടെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് തേനീച്ചകളുടെ പരാഗണം നടക്കുവാനും വായുസഞ്ചാരത്തിനും അഴുകൽ പോലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കുവാനും സഹായിക്കും. കൂടാതെ മെയ് മാസത്തിന് ശേഷം ചെടികളുടെ ചുവട്ടിൽ നിന്നും പുത മാറ്റേണ്ടതാണ്. തോട്ടത്തിലെ ഉണങ്ങിയ ചവറുകൾ നീക്കം ചെയ്യൽ വർഷം തോറും ജൂൺ, ജൂലൈ മാസങ്ങളിൽ ചെയ്യുന്ന പ്രക്രിയയാണ്. ഇതിനെ കവാത്ത് എന്നും പറയും. പഴയതും ഉണങ്ങിയതുമായ സസ്യഭാഗങ്ങൾ, ഇലകളും ഉണങ്ങിയ പൂങ്കുലകളും എന്നിവയൊക്കെ നീക്കം ചെയ്തത് വഴി ചെടികളിലെ പഴയതും ഉണങ്ങിയതുമായ സസ്യഭാഗങ്ങൾ, ഇലകളും ഉണങ്ങിയ പൂങ്കുലകളും നീക്കം ചെയ്ത് ചെടികളുടെ നിരകൾക്കിടയിൽ നിക്ഷേപിച്ച് സ്വമേധയാ അഴുകാൻ അനുവദിക്കുക. കവാത്ത് ചെയ്യുന്നത് കൊണ്ട് 2 പ്രയോജനങ്ങളാണുള്ളത്. ഒന്ന്, ഏലത്തിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളായ ഏലപ്പേൻ, മുഞ്ഞ എന്നിവ പെരുകുന്നത് കുറയ്ക്കുകയും കൂടാതെ രോഗം പടരുന്നത് തടയുന്നതിനും കവാത്ത് പ്രയോജനപ്പെടും. മറ്റൊരു പ്രധാന നേട്ടമെന്ന് പറയുന്നത് പൂങ്കുലകളിൽ തേനീച്ച വഴിയുള്ള പരാഗണം എളുപ്പമാക്കുന്നതിനും ഇത് സഹായിക്കും. അടുത്തത് മണ്ണ് കൊത്തിയിളക്കൽ. ചെടിയുടെ ചുവട്ടിലെ കടുപ്പമുള്ള മണ്ണ് ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിലാണ് കൊത്തിയിളക്കേണ്ടത്. ചെടിയുടെ ചുവട്ടിലെ മണ്ണ് ഇളക്കുമ്പോൾ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായുള്ള കൃഷി പ്രക്രിയയാണ് മേൽമണ്ണിടിയിൽ. ചെടികളുടെ ചുവട്ടിലെ മേൽമണ്ണ് നഷ്ടപ്പെട്ട് വേരുകൾ തെളിഞ്ഞു കാണപ്പെടുമ്പോൾ ചുവട്ടിൽ മേൽമണ്ണ് കൂട്ടിക്കൊടുക്കേണ്ടതാണ്. ഇതിനെ എർത്തിങ് അപ്പ് എന്നും പറയും. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള സമയത്താണ് മേൽമണ്ണ് കൂട്ടിക്കൊടുക്കേണ്ടത്. കിഴങ്ങിൻ്റെ പകുതി ഭാഗം മൂടത്തക്ക വിധത്തിലാണ് മേൽമണ്ണ് ഇട്ട് കൊടുക്കേണ്ടത്. ഏലത്തോട്ടങ്ങളിലെ ജലസേചനം. സാധാരണയായി വേനൽക്കാലങ്ങളിലും നീണ്ടു നിൽക്കുന്ന വരണ്ട കാലാവസ്ഥയിലും സമയബന്ധിതമായി ജലസേചനം ഈ ചെടികൾക്ക് ആവശ്യമാണ്. ചീയൽ രോഗം വരാതിരിക്കാനായി ചെടിയുടെ അടിത്തട്ടിൽ അധികം ഈർപ്പം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഏലത്തോട്ടങ്ങളുടെ ഘടനയനുസരിച്ച്, ഭൂപ്രകൃതി അനുസരിച്ച് സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സിസ്റ്റം, മൈക്രോ സ്പ്രിംഗ്ലർ അല്ലെങ്കിൽ ഹോസ് ഉപയോഗിച്ചുള്ള ജലസേചനവും അവലംബിക്കാം. തണൽ ക്രമീകരണം. തണൽ കൂടുതലായാലും കുറവായാലും ഏലകൃഷിക്ക് ദോഷമാണ്. ഏകദേശം 50 മുതൽ 60% പ്രകാശ ലഭ്യതയാണ് ഏലകൃഷിക്ക് ആവശ്യമായിട്ടുള്ളത്. പുതുതായി കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിൽ തണൽ കുറവാണെന്നുണ്ടെങ്കിൽ തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതാണ്. വിടർന്ന ശാഖകളും ചെറിയ ഇലകളുമുള്ള മരങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. വിവിധ ഇനത്തിലുള്ള തണൽ മരങ്ങൾ തോട്ടത്തിൽ ഒരുമിച്ച് നടുന്നത് കൂടുതൽ തണൽ നൽകുന്നതിനും ഏലത്തിൻ്റെ കൃത്യമായ വളർച്ചയ്ക്കും പുഷ്പിക്കുന്നതിനും പരാഗണത്തിനും ഒക്കെ ഏറെ സഹായകരമാണ്. മെച്ചപ്പെട്ട പരാഗണത്തിന് തേനീച്ച വളർത്തൽ. ഏലത്തിൻ്റെ പരാഗണം നടത്തുന്നത് പ്രധാനമായും തേനീച്ചകളാണ്. അതിൽ തന്നെ എപ്പിസ് ഡോർസേറ്റ, എപ്പിസ് സെറന ഇൻഡിക്ക എന്നീ തേനീച്ചകളാണ് ഫലപ്രദമായ പരാഗണ ഏജൻറ്റുകൾ. തേനീച്ചകളെ ആവശ്യത്തിന് നൽകുന്നതിലൂടെ ഏലത്തിൻ്റെ വിളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. 9% വരെ വിളവ് വർധനമാണ് തേനീച്ച വഴി സാധ്യമാകുന്നത്. ഏലം പൂക്കുന്ന സമയത്ത് 1 ഹെക്ടറിൽ 4 തേനീച്ച കൂടുകൾ അല്ലെങ്കിൽ തേനീച്ച പെട്ടികൾ വയ്ക്കുന്നത് കൂടുതൽ പൂക്കളിൽ പരാഗണം നടത്തുന്നതിനും കൂടുതൽ കായകൾ ഉണ്ടാകുന്നതിനും സഹായിക്കും. ഏലത്തിൻ്റെ കൃഷിരീതികളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ നിമിഷ മാത്യൂസ്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। കിസാൻ വാണിയിൽ ഇനി കുമളി കൃഷി ഓഫീസിലെ കൃഷി അസിസ്റ്റന്റ് ശ്രീ ബിജോയ് കെ അയ്യുമായി അനുരാജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം. കിസാൻ വാണി ശ്രോതാക്കളുമായി ഇന്ന് സംവദിക്കുന്നത് കുമളി കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് ബിജോയ് കെ ഐ ആണ്. ബിജോയ് കെ ഐ കുമളി മേഖലയിലെ കാർഷിക വിളകളെക്കുറിച്ചും കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളെക്കുറിച്ചും കിസാൻ വാണി ശ്രോതാക്കളോട് പങ്കുവയ്ക്കുന്നു. സാർ നമസ്കാരം. നമസ്കാരം. എത്ര വർഷമായിട്ട് സാർ ഈ കൃഷിഭവനിൽ ജോലി ചെയ്യുന്നു? ഈ കൃഷിഭവനിൽ ഇപ്പം 2023 മുതൽ കൃഷിഭവനിൽ ഉണ്ട്. അതിന് മുമ്പ് ഏലപ്പാറയായിരുന്നു, ഇടുക്കി ജില്ലയിൽ തന്നെ. മൊത്തം ഇപ്പോൾ ഒരു 9 വർഷം സർവീസിലുണ്ട്. ഇവിടെ ജനിച്ചു വളർന്ന ഒരാൾ ആണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. അതുകൊണ്ട് ഇവിടുത്തെ ഒരു കാർഷിക രീതികളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. അതെ 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 നല്ല. സാറിൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഇവിടെ എന്തായിരുന്നു പ്രധാനപ്പെട്ട വിളകൾ? പ്രധാനപ്പെട്ട വിള ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കുരുമുളകായിരുന്നു. കുരുമുളക്, തെങ്ങ്, പിന്നെ കുറച്ച് നെല്ലുണ്ടായിരുന്നു, കാപ്പി, അങ്ങനെയുള്ള വിളകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. കുറച്ച് ഏലവും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു വിള? ഇപ്പോൾ പ്രധാന വിള എന്ന് പറയുന്നത് ഏലം തന്നെയാണ്. നമ്മുടെ കുരുമുളകൊക്കെ ശരിക്കും അന്യം നിന്ന് പോകുന്നു എന്ന് പറയാം. ഏലമാണ് കൂടുതലായിട്ടുമുള്ള ഒരു കൃഷി എന്ന് പറയും. അതിൻ്റെ ഒരു കാരണം എന്താണ് എല്ലാവരും ഏലത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ഒരു കാരണം? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഏണിങ്സ് തന്നെയാണ് ഏറ്റവും പ്രധാന കാരണം. അവർക്ക് മുടക്കുന്ന ഇതിനുള്ള ഒരു ഏണിങ്സ് അതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. അവരുടെ സാമ്പത്തിക ഭദ്രതയാണ് അതിന് ഏറ്റവും വലിയ കാരണം. ഈ കുരുമുളക് കൃഷിയൊക്കെ ഇവിടുന്ന് ഈ സമീപകാലത്താണോ ഇത് അന്യം നിന്ന് പോയത്, അതോ അതിന് മുമ്പ് തന്നെ? ഇല്ല, കാലങ്ങളിലായിട്ട് പോയതാണ്. ഇപ്പം പൂർണ്ണമായിട്ടും പോകുന്നു എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് മാത്രമാണ് ഇപ്പം കുരുമുളകുള്ളത്. വരുമാനത്തെക്കാൾ ഉപരിയായിട്ട് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ ഇത്തരത്തിലുള്ള കുരുമുളക്, തെങ്ങ്, നെൽകൃഷി അതിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടോ? കാലാവസ്ഥയെക്കാളും കൂടുതലായിട്ട് പ്രധാനമായിട്ട് വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുരുമുളക് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് വർഷത്തിലൊന്ന് മാത്രമാണ് അതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുന്നത്. പക്ഷേ ഏലം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല ക്ലൈമറ്റ്, സൂട്ടബിൾ ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്കൊരു 45 ദിവസത്തിൽ കർഷകർക്ക് വീണ്ടും ഒരു 45 ദിവസം ഇടവേളയിൽ അവർക്ക് വിളവ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ക്ലൈമറ്റ് ഇച്ചിരി മോശമാണെങ്കിൽ നമുക്കൊരു 60 ദിവസത്തും ഒരു ഇടവേള, ആ ഒരു രീതിയിൽ അവർക്ക് വിളവ് കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജാണ് അവർക്ക്. സാറിൻ്റെ അനുഭവത്തിൽ ഈ കുമളി മേഖല ഏലം കൃഷിക്ക് ഏറ്റവും യോജിച്ചൊരു സ്ഥലമാണോ? തീർച്ചയായിട്ടും നല്ല ക്ലൈമറ്റാണ് ഇവിടെ. നമുക്ക് നല്ല ഐഡിയലായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ ഏലം കൃഷിക്ക് അനുയോജ്യമാണ്. അതോടൊപ്പം തന്നെ ഈ പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യാറുണ്ടോ? സാറ് കൃഷിഭവനിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ചോദിച്ചതാണ്. കുറച്ചൊക്കെ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പച്ചക്കറി. മുൻപ് നല്ല രീതിയിൽ പച്ചക്കറിയും വാഴയും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ പച്ചക്കറിയിലും മറ്റ് കൃഷികളിലേക്കും തിരിയുന്നുണ്ട്. ഏതിനം ഏലമാണ് ഇവിടെ കൂടുതലായിട്ട് ആളുകൾ കൃഷി ചെയ്യുന്നത്? കൂടുതലും ചെയ്യുന്നത് ഞെള്ളാണിയാണ്. ഞെള്ളാണി ഏലമാണ്. പിന്നെ കണിപറമ്പൻ എന്ന് പറഞ്ഞ ഒരു ഇനവും കൂടെയൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതലും ഞെള്ളാണിയാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഇവിടുത്തെ ഒരു ഏലം കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്താണ്? പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് നല്ല ഐഡിയൽ ആണെന്ന് പറയുന്ന അതേ ഇതിൽ തന്നെ നമ്മുടെ ഈ സമീപകാലത്ത് വന്നിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ച്, ഒന്നുകിൽ മഴ കൂടുതലായിട്ട് നിൽക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മഴ കുറഞ്ഞിട്ട് വെയിൽ തന്നെ നിൽക്കുക. ഈ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് 2024 ഇവിടെ ഡ്രൗട്ട് വന്നിരുന്നു. അന്നേരം ഒത്തിരി ഏലം നമുക്കിവിടെ നഷ്ടപ്പെട്ടു പോയി, കരിഞ്ഞു പോയി, വെള്ളമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നായിരുന്നു. വീണ്ടും കർഷകർ അത് റീപ്ലാന്റ് ചെയ്ത് ഇപ്പം അതിൻ്റെ ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വരൾച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് കർഷകർ സാധാരണയായി ഇവിടെ അവലംബിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്?
കൂടുതലായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ പടുതാക്കുളം അങ്ങനെയുള്ള സ്റ്റോറേജ് കൊടുത്ത് നല്ല രീതിയിൽ വെള്ളം നനയ്ക്കുക എന്നുള്ളതാണ്. അവർ ആ ഒരു വേനലിനെ അതിജീവിക്കത്തക്ക രീതിയിലുള്ള വെള്ളം, പിന്നെ സ്പ്രിങ്ക്ലർ, ഡ്രിപ്പ് ഇറിഗേഷൻ മൂലമുള്ളതൊക്കെ. അപ്പം ജലത്തിൻ്റെ ദൗർലഭ്യം അറിഞ്ഞു തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റും. ഡ്രിപ്പാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ 2024 വന്ന ഒരു ചൂടെന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു. ആ മണ്ണിന് അതുപോലെ ഒരു ചൂട് വരികയും ഏലം ഒത്തിരി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നനസൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കർഷകർക്ക് സഹായങ്ങളുണ്ടോ? മുൻപ് ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത്ര കണ്ടോ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. SHM ഉണ്ടായിരുന്നതാണ്. അപ്പം ഏലം എന്ന് പറയുന്നത് നമ്മൾ സ്പൈസസ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് തന്നെ, അതുകൊണ്ട് തന്നെ അതിന് സബ്സിഡി നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് കൊടുക്കുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയായിരുന്നു. അതും 1 ഹെക്ടറിനായിരുന്നു ആദ്യമേ ഇൻഷുർ ചെയ്യാനായിട്ട് കുറഞ്ഞ പരിധി ഉണ്ടായിരുന്നത്. അതൊരു പ്രശ്നമായിരുന്നു. എന്നാൽ സമീപകാലത്തത് 1 ഏക്കർ എന്നുള്ള രീതിയിലേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഗവൺമെൻറ്. അത് കൂടുതൽ കർഷകർ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നുണ്ടോ? തീർച്ചയായിട്ടും ചേരാനുള്ള ഒരു സാധ്യതയിലായിരുന്നു. അപ്പം ചെറുകിട കർഷകരാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർക്കാണ് ഈ ഒരു ആഘാതം ഏറ്റവും കൂടുതൽ വരുന്നത്. വൻകിട കർഷകരെന്ന് പറയുമ്പം അവർക്കൊരു ആഘാതം വന്നാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ മാത്രമുള്ള ഒരു വരുമാനം അവർക്കുണ്ട്. ചെറുകിട കർഷകർ ഒരു 25 സെൻറ്റ് മുതൽ മുകളിലേക്ക് വരുന്നവർ, അവരെ സംബന്ധിച്ച് ഇത് പെട്ടെന്ന് പോകുമ്പോഴത്തേനും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഇൻഷുറൻസ് ചെയ്യാനായിട്ട് അന്ന് പറ്റിയിരുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമിൽ നമുക്ക് 1 സെൻറ്റ് മുതലുള്ളത് ഏലം ഇൻഷുർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. അതിൽ ചെയ്യുന്നുണ്ട്. ചെയ്ത് അവർക്ക് ക്ലൈമറ്റ് വേരിയേഷൻ അനുസരിച്ച് അവർക്ക് പൈസ അക്കൗണ്ടുകളിൽ കയറുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സ്പൈസസ് വിഭാഗത്തിൽപ്പെട്ട ഏതൊക്കെ വിളകളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഏലം, കുരുമുളക് ഉണ്ട്, പിന്നെ ജാതിയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, ഗ്രാമ്പൂ ഉണ്ട്, അങ്ങനെ കോഫി ഉണ്ട്. ഇതെല്ലാം ഇവിടുത്തെ പ്രധാന ഇത് തന്നെയാണ്. ധാരാളം സമ്മിശ്ര കർഷകരും ഇവിടെയുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കൂടാതെ ഇഞ്ചി, മഞ്ഞൾ അങ്ങനെയുള്ള കൃഷികളും ഉണ്ട്. അതും സ്പൈസസിൻ്റെ ഗണത്തിൽ തന്നെയാണ് പോകുന്നത്. കുമളി ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണല്ലോ. അപ്പോൾ ഈ കർഷകർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അധിക വരുമാനത്തിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, അങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങൾ ഇവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരുവിധം കർഷകരെല്ലാം തന്നെ അവരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക് വീടുകളിൽ നിന്ന് തന്നെ കൊടുക്കുന്നതുണ്ട്. അതുകൂടാതെ മറ്റ് കടകളിലേക്ക്, ഇവിടുത്തെ സ്പൈസസ് ഷോപ്പുകളിലേക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന രീതികളും ഉണ്ട്. പല സ്ഥലത്തും കർഷകരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വിപണി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? സ്പൈസസിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. മറ്റു വിളകൾക്ക് താരതമ്യേന ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഏലം എന്നുള്ള ഒരു ഇതിലേക്ക്, അല്ലെങ്കിൽ സ്പൈസസ് എന്നുള്ള ഒരു ഇതിലേക്ക് വരാനുള്ള കാരണം. അതോടൊപ്പം തന്നെ ഈ വളർത്ത് മൃഗങ്ങൾ, അതായത് കന്നുകാലി വളർത്തൽ, ആട് വളർത്തൽ, അതൊക്കെ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ടോ കർഷകർ? വളരെ കുറച്ച് മാത്രമാണുള്ളത്, പണ്ടത്തെ പോലെ ഇല്ല. അതിന് പ്രധാന ഒരു കാരണമെന്ന് പറഞ്ഞാൽ പഞ്ഞും മേച്ചിൽ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പുല്ല് വെട്ടിക്കൊടുത്ത് അതിനെ വളർത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കന്നുകാലികളൊക്കെ കുറഞ്ഞു പോയി. എന്നാലും ഉൾപ്രദേശങ്ങളിൽ കുറച്ച് ആൾക്കാരിലും ഒക്കെ ഉണ്ടെന്ന് പറയാം. കാർഷിക രംഗം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ തൊഴിലാളികളുടെ കുറവ്. അത് ഈ ഭാഗത്തും അത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതിന് മുമ്പേയും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇത് നമ്മുടെ ഒരു കേരള തമിഴ്നാട് ബോർഡറാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് താഴെ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ്. അവർക്ക് താരതമ്യേന തമിഴ്നാട്ടിൽ കിട്ടുന്നതിലും കൂടുതൽ വേതനം ഇവിടെ കിട്ടുന്നത് കാരണം കൊണ്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളവരും ഇവിടെ വന്ന് സ്ഥലമെടുക്കുകയും കൂടുതലായിട്ട് കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അവിടുത്തെ തൊഴിലാളികൾക്കുള്ള തുക അവർ വർദ്ധിപ്പിച്ചതോടുകൂടി ഇവിടുന്ന് കുറച്ച് ആൾക്കാരുടെ ദൗർലഭ്യം ഉണ്ട്, തൊഴിലാളികളുടെ ദൗർലഭ്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ ഇവിടെയുണ്ടോ? കുറച്ചൊക്കെ ഉണ്ട്. ബംഗാളികളായിട്ടുള്ള തൊഴിലാളികളൊക്കെ ഇവിടെ വരുന്നവർ ഫാമുകളിലും കൂടുതലായിട്ട് സ്ഥലമുള്ളിടത്ത് താമസിച്ച് കൃഷി ചെയ്ത് വരുന്നുണ്ട്, അവർ തൊഴിലാളികളായിട്ട് നിൽക്കുന്നുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും യുവ കർഷകർ വളരെ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ കുമളിയിൽ കുറേ അധികം യുവ കർഷകരെ ഇപ്പോൾ സമീപകാലത്ത് പരിചയപ്പെടാൻ സാധിച്ചു. അങ്ങനെ ഇവിടെ അങ്ങനെ കൂടുതലുള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ടൂറിസ്റ്റ് കേന്ദ്രമായത് കാരണം കൊണ്ട് തന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ഒരു കൃഷി കിടക്കുന്നത് തന്നെ.
ടൂറിസ്റ്റ് വന്നാൽ മാത്രമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷിക്കാർക്ക് വരുമാനമുള്ളത്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ സംരംഭകർ വരുമ്പോഴത്തേനും അവർ ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ മുഴുനീള ഒരു കർഷകർ എന്നുള്ളത് പറയുന്നതിനപ്പുറം ഒരു സംരംഭകർ എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. അവരുടെ ഐഡിയാസ് അതിനകത്തേക്ക് വരുന്നുണ്ട്. കിസാൻ വാണി ശ്രോതാക്കളോട് ഏറെ വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി. സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമസ്കാരം. നമസ്കാരം. കുമളി കൃഷി ഓഫീസിലെ കൃഷി അസിസ്റ്റന്റ് ശ്രീ KI ബിജോയിയുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിന് പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.